സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മദേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലകൊട്ടത്തുമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം മൃത്യുഞ്ജയ ഹോമത്തിനെ പറ്റിയാണ്, മൃത്യുഞ്ജയ മന്ത്രത്തിനെ പറ്റിയാണ്. മൃത്യുഞ്ജയ ഹോമം നമ്മളെല്ലാവരും കേട്ടിരിക്കും. ശിവക്ഷേത്രത്തിലാണ് സാധാരണ ശിവക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു ചടങ്ങാണ് മൃത്യുഞ്ജയ ഹോമം. അസാധാരണ പല സമയങ്ങളിലും ചില ആവശ്യഘട്ടങ്ങളിലൊക്കെ വീടുകളിലും ഈ മൃത്യുഞ്ജയ ഹോമം നടത്തി വരാറുണ്ട്. ദോഷാധിക്യങ്ങളും ഗ്രഹദോഷങ്ങളും മറ്റു ദോഷങ്ങളൊക്കെ വരുമ്പോൾ മൃത്യുഞ്ജയ ഹോമം വീടുകളിലും നടത്തി വരാറുണ്ട്. അപ്പോൾ ശിവപ്രീതികരമാണ് ആയ ഒരു പൂജയാണ്, ഒരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ആ ഭഗവാനെ മൃത്യുഞ്ജയ ഹോമത്തിലേക്ക് കിടക്കുമ്പോൾ മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് ഹോമകുണ്ഡത്തിലേക്കും പീഠത്തിലേക്കും ആവാഹിക്കും. പീഠം ഒരു പത്മമിട്ട് അതിലേക്കും ആവാഹിക്കും, ഹോമകുണ്ഡത്തിലേക്കും ആവാഹിക്കും. ആ ഭഗവാന്റെ മുഖമാകുന്ന ഹോമകുണ്ഡം, മുഖംസ സർവ്വദേവാനാം, എല്ലാ ഈശ്വരന്മാരുടെയും മുഖം എന്ന് പറയുന്ന അഗ്നിയാണ്. ആ അഗ്നിയാണ് ഭഗവാനിലേക്ക് എല്ലാ ഹോമദ്രവ്യങ്ങളും എത്തിക്കുന്നത്. ആ ഭഗവാന്റെ മുഖത്തിലേക്ക് ഓരോ വായിലേക്ക് ഹോമകുണ്ഡമാകുന്ന ഭഗവാന്റെ മുഖത്തിലേക്ക് ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കും. അതുപോലെ പീഠം ഒരു പത്മമിട്ട് ആ പത്മത്തിലേക്ക് ഭഗവാനെ ആവാഹിച്ച് എല്ലാ ആചാര്യ മര്യാദകളും കൊടുത്ത് ഭഗവാന് നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് ഭഗവാനെ അവിടെ പായസം, ശർക്കര പായസം, പാൽപ്പായസം ഒക്കെ നിവേദിച്ച് അതിനുശേഷം ഓരോ ദ്രവ്യങ്ങളായിട്ട് ഹോമിക്കും. ഓരോ ദ്രവ്യങ്ങളും 144 വീതം ഹോമിക്കും. അങ്ങനെ 1008 ഹോമിക്കും. അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ ഹോമം എന്ന് പറയുമ്പോൾ ഓരോ ദ്രവ്യങ്ങളും 1008 വീതം ഹോമിക്കുന്ന രീതിയുമുണ്ട്. അപ്പോൾ ഭഗവാന്റെ പേര് കൊണ്ട് തന്നെ നമുക്കറിയാം മൃത്യുഞ്ജയൻ. ആ മൃത്യുഞ്ജയൻ എന്ന് പറയുമ്പോൾ മൃത്യുവിനെ ജയിച്ചവൻ, അങ്ങനെ അർത്ഥം വന്നത് നമുക്കറിയാം. കഥ മാർക്കണ്ഡേയ മഹർഷിക്ക് മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആ ആയുസ്സിൽ നിന്ന് ഭഗവാനെ സ്മരിക്കുകയും അങ്ങനെ ഭഗവാനെ അഭയം പ്രാപിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ കാലനെ വരെ തിരിച്ചയക്കുകയും ആ ഭക്തനെ രക്ഷിക്കുകയും ചെയ്ത അത്ര ഭക്തവാത്സല്യമുള്ള ഭഗവാന്റെ നാമമാണ് മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ ഹോമം. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷിക്ക് അനുഗ്രഹം കിട്ടിയ മന്ത്രം കൂടിയാണ്. മാർക്കണ്ഡേയ മഹർഷി ഉപദേശം പിന്നീട് ഉപദേശിച്ച പലർക്കുമായിട്ട് ഉപദേശിച്ച ഇന്ദ്രനും സതീദേവിക്കും ഒക്കെ, സാവിത്രിക്കും, സത്യവാൻ സാവിത്രി കഥയിലെ സാവിത്രിക്കും ഒക്കെ ഈ മന്ത്രങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഈ മന്ത്രം മഹാദേവൻ തന്നെ മാർക്കണ്ഡേയന് പറഞ്ഞു കൊടുത്ത മന്ത്രം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. മാർക്കണ്ഡേയൻ ഈ മന്ത്രം എഴുതി ഭഗവാനെ ദേവൻ്റെ മുമ്പിലിരുന്ന് ആ സമയത്ത് തനിക്ക് മരിക്കേണ്ട സമയത്ത് ഭഗവാനെ ആ മന്ത്രം ജപിച്ച് സ്മരിച്ചു. അങ്ങനെ ഭഗവാൻ മാർക്കണ്ഡേയനെ രക്ഷിച്ചു, മൃത്യുവിൽ നിന്ന് രക്ഷിച്ചു എന്നും ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും ഭഗവാനെ, മഹാദേവനെ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൃത്യു ഇല്ലാതാകും എന്നല്ല, നമുക്ക് ആപത്തുകളും ദുരിതങ്ങളും ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരഗമ്യോ മന്ത്രാമൃത്യുമുഷിയ മാമൃതാറ്റ് എന്ന് പറഞ്ഞാൽ, 3 കണ്ണുള്ള ഭഗവാനെ, ഞങ്ങളുടെ ഈ ജീവിതം എത്ര സുഗന്ധപൂരിതമാക്കണമേ, മറ്റു ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നെല്ലാം മാറ്റി, എല്ലാ ദുർചിന്തകളിൽ നിന്നും മാറ്റി സച്ചിന്ത മനസ്സിലുണ്ടാവണേ, എത്രയും സുഗന്ധപൂരിതമാക്കണേ ഞങ്ങളുടെ ജീവിതം. എപ്രകാരം എന്നാൽ, ഒരു വള്ളിയിൽ നിന്ന്, ഉർവം എന്ന് പറയുമ്പോൾ വെള്ളരിക്ക എന്നും പറയുന്നുണ്ട്, ആ വെള്ളരിക്ക എപ്രകാരമാണോ മൂത്ത് പഴുത്ത് സ്വാഭാവികമായ രീതിയിൽ അതിൻ്റെ വള്ളിയിൽ നിന്ന് താഴെ വീഴുന്നത്, അതുപോലുള്ള ഒരു മരണം മാത്രമേ ഞങ്ങൾക്കുണ്ടാകാവൂ. അതായത് നമുക്ക് മരിക്കേണ്ട സമയത്ത് മാത്രമേ ഞങ്ങൾ മരിക്കാവൂ. അതുപോലെ മുമ്പുള്ള ജനനമരണത്തിനിടയ്ക്കുള്ള ഒരാപത്തുകളും ഞങ്ങൾക്കുണ്ടാവല്ലേ ഭഗവാനെ, ആപത്തുകളും ദുരിതങ്ങളും ഞങ്ങൾക്കുണ്ടാവല്ലേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ജീവിതം അമൃതതുല്യമാക്കണേ, എത്രയും സുഗന്ധപൂരിതമാക്കണേ ഞങ്ങളുടെ ജീവിതം. എല്ലാ ദുരിതങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഞങ്ങൾക്ക് സൽചിന്തകളുണ്ടാവണേ, നല്ല വഴികളുണ്ടാവണേ, നല്ല വിജയങ്ങളുണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, ഭഗവാനോടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടാണ് ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഹോമിക്കുന്ന ദ്രവ്യങ്ങൾ 7 ദ്രവ്യങ്ങളാണ് പ്രധാനമായിട്ടും സാധാരണ ഒരു 1008 മൃത്യുഞ്ജയ മന്ത്രം സംഖ്യയിൽ ഹോമിക്കുന്നത്. അതായത് ചിറ്റമൃതൻ്റെ വള്ളി, ചിറ്റമൃതവള്ളി, പേരാൽമുട്ട്, കറുക, എള്ള്, പാല്, പാൽപ്പായസം, നെയ്യ്, അങ്ങനെ 7 കൂട്ടം 144 വീതം
ഇതിൽ അമൃതവള്ളി ഹോമിക്കുന്നത് നമുക്കറിയാം. അമൃതവള്ളി ഏറ്റവും ഔഷധപ്രധാനമുള്ള ഒന്നാണ്. അമൃതേ രോഗശാന്തിച്ചു, എല്ലാ രോഗങ്ങളും ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് അമൃതവള്ളി ഹോമിക്കുന്നത്. അതുപോലെ പേരാലിൻ്റെ മൊട്ട് ഹോമിക്കുന്നത് വടയേ മൃത്യു വിനാശനം, എല്ലാ മൃത്യു ദോഷങ്ങളും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പേരാലിൻ്റെ മൊട്ട് ഹോമിക്കുന്നത്. എള്ള് ഹോമിക്കുന്നത് തിലയെ അരിഷ്ടനാശന, എല്ലാ ദുരിതങ്ങളും ഇല്ലാണ്ടാവാൻ എള്ള് ഹോമിക്കുന്നു. ശനി പ്രീതികരം കൂടിയാണ് എള്ള്. അപ്പോൾ എല്ലാ ദുരിതങ്ങളും ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് എള്ള് ഹോമിക്കുന്നത്. പിന്നെ ഹോമിക്കുന്നതാണ് കറുക. ദുർവാ ആയുസ് വർദ്ധന, നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കറുക ഹോമിക്കുന്നത്. ക്ഷീരേന ബലവർത്തക, നമുക്ക് എല്ലാ ശക്തിയും നല്ല കഴിവുകളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പാല് ഹോമിക്കുന്നത്. പിന്നെ ആജ്യം സർവസിദ്ധിം ച, ആർജ്യം സർവാർത്ഥ സാധകം. ആജ്യം, അപ്പോൾ നെയ്യ് ഹോമിക്കുന്ന സർവ അർത്ഥങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഹോമിക്കുന്നത്. പായസം സർവസിദ്ധിം ച, എല്ലാ സിദ്ധികളും ആന്തരികമായ എല്ലാ സിദ്ധികളും നല്ല കഴിവുകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പായസം ഹോമിക്കുന്നത്. ഇപ്രകാരം 1008 സംഖ്യ 144 വീതം ഓരോ ദ്രവ്യങ്ങളും ഹോമിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഓരോ ദ്രവ്യങ്ങൾക്കും ഓരോ ഉദ്ദേശത്തിലാണ് ഹോമിക്കുന്നത്. എല്ലാത്തിലും നമ്മൾ ഭഗവാനെ, നമ്മൾ ഈ കലിയുഗത്തിൽ എത്ര കണ്ട് നമ്മൾ ഭഗവത് സ്മരണയോടെ ഭഗവാനെ സ്മരിക്കുന്നുവോ അത്രയും ഐശ്വര്യം നമുക്കുണ്ടാവും, നല്ല ചിന്തകളുണ്ടാവും, നല്ല വഴികളുണ്ടാവും, ദോഷദുരിതങ്ങളില്ലാണ്ടാവാനൊക്കെ ഈ മന്ത്രം വളരെ ഉപകാരപ്രദമാണ്. ഈ ഹോമവും അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്, മൃത്യുഞ്ജയ ഹോമം.